ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അതായത് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇറങ്ങിയത്. മെട്രോ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രെയിം അവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുക കാണുമ്പോൾ ചെറിയൊരു ഇതാണ്, പക്ഷെ അതിൻ്റെ അടുത്ത് എത്തുന്ന സമയത്താണ് ഇത് എത്രത്തോളം വലുപ്പമുണ്ട് എന്നുള്ള നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എന്താ വെച്ചാൽ റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖം. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ റോഡുകളാണല്ലോ, നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ. അപ്പം അത് തന്നെ അതിലൂടെ നടക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അധികം വെയിലോ ഒന്നുമില്ല. നമ്മളിങ്ങനെ രസമായിട്ട് തന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. പിന്നെ ഇത് അവിടുത്തെ വ്യൂ ആണ് കേട്ടോ. നമ്മൾ റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. ഈ കാണുന്നതാണ് കേട്ടോ അവിടുത്തെ ഒരു പാർക്ക്, സെബീൽ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കാണ്. അവിടെ അത് എത്തിയ സമയത്ത് കുറേ ടൂറിസ്റ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇവരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക, അല്ലാതെ അവിടെ നിന്ന് എടുക്കുക. നമ്മൾ അവിടെ പോയി അവിടെ പോയതിന് ശേഷം എന്ത് ചെയ്ത് ഓൺലൈൻ വഴി എടുത്തേക്കാണ്. ഓൺലൈൻ വഴി എടുക്കുമ്പോൾ 45 ദിർഹം അങ്ങനെ എന്തോ ആണ്, എല്ലാം നമുക്ക് 50 ആണ്. പിന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ ഇല്ല. അതുപോലെ തന്നെ 3 to 12 വരെയുള്ളവർക്ക് 25 ആണ് കേട്ടോ റിയാൽ, ദിർഹം. പിന്നെ അവിടെ എത്തി. അപ്പം നമുക്കതിൻ്റെ ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു സ്റ്റീൽ ടൈപ്പ് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ പണിയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ സൈഡിലൂടെ ഉള്ളിലേക്ക് പോയി. ആ ഒരു എൻട്രി ആ ഭാഗത്തിന് ഒരുപാട് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ കുറേ ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് കാണും എന്നുള്ളത് എനിക്കറിയില്ല. എന്താ വെച്ചാൽ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അതിൻ്റെ അടുത്ത് എന്താ പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ട്, കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. പല തരത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോളർ കടത്തൂല. അപ്പോൾ നമ്മൾ സ്റ്റോളർ അവിടെ പുറത്ത് വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവും. എന്താ വെച്ചാൽ എല്ലാവരും മുകൾക്ക് പോവുകയാണല്ലോ, മുകളിലാണല്ലോ ഇതിൻ്റെ ഇത് കാണാമല്ലോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കും കേട്ടോ അവർ, നമ്മളൊരു ഫാമിലി ഫോട്ടോ ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് തരിക എന്നാണ്. അപ്പോൾ ലാസ്റ്റാണ് നമുക്കത് മനസ്സിലായത്. അത് പറഞ്ഞുതരാം. പിന്നെ അതാ കിടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ആ എൻട്രിയിൽ അവിടേക്ക് കയറുമ്പോൾ തന്നെ ഇത് നമ്മളെ പഴയ അറബ് രാജ്യത്തെ പഴയ ദുബായിലെ ഒരു രൂപമാണ്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന കച്ചവട രീതിയും അതുപോലെ തന്നെ കച്ചവടത്തിന് ഉപയോഗിച്ച സാധനങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് 3D രൂപത്തിലാക്കിയിട്ട് കാണിച്ച് തരികയാണ് കേട്ടോ ചെയ്യണത് ഇവിടെ. അങ്ങനെ ഇത് കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരതായി കാണുന്ന ലിഫ്റ്റിൽ കയറുകയാണ് ചെയ്യുന്നത്. കയറിയിട്ട് നമ്മൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോർക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. മുകളിലാണ് അതിൻ്റെ ഇതുള്ളത്. വേറെ 2 സൈഡിലും ലിഫ്റ്റ്, ഒന്ന് മുകളിലേക്ക് പോകാനുള്ളതും ഒന്ന് താഴേക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പം മുകളിലത്തെ ഇതിലെത്തി. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത് എന്താണ്, ഇപ്പോഴത്തെ ദുബായി ആണ് കേട്ടോ. അതായത് ബുർജ് ഖലീഫയും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭാഗമാണ് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് കാണുന്നത് പഴയ ദുബായി ആണ് കേട്ടോ. അവിടെ അങ്ങനത്തെ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് രണ്ടുമാണ് അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഗ്ലാസ് ഇട്ടേക്കാണ്. അപ്പോൾ അതിലൂടെ നോക്കുമ്പം നമുക്ക് താഴേക്കും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലൂടെ നടക്കുമ്പോൾ ചെറുതായി ഒരു പേടിയൊക്കെ തോന്നും. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്മേൽ കയറണ പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴത്തെ ദുബായും മറ്റേ ഭാഗത്ത് പഴയ ദുബായിയാണ് കേട്ടോ കാണിക്കുന്നത്. രണ്ടും നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ എന്താ വെച്ചാൽ വീഡിയോയിൽ നമുക്ക് അത്ര കണ്ട് ഇതിൽ കാണാൻ കഴിയില്ല. ഇപ്പോഴത്തെ ദുബായി ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടും ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാകുമ്പോൾ ഭയങ്കര ഒരു പച്ചപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര വീഡിയോയിൽ നമുക്ക് അത്ര ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല.
അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഉള്ളതും പിന്നെ അതുപോലെ സെൻറ്ററിൽ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ് കേട്ടോ. പിന്നെ അതാ മോള് അവിടെ നിന്നിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇങ്ങനെ ഓള് നടന്നുകൊണ്ട് കേട്ടോ. അതിലിടയ്ക്ക് ലൈറ്റ് വരും, ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ ആ ലൈറ്റ് ഓഫ് ആവുന്ന സമയത്ത് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ അതിങ്ങനെ വാഹനങ്ങൾ പോകണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയും ചെയ്യുക. അപ്പോൾ അവളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താ വെച്ചാൽ അവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഫുള്ള് ഇങ്ങനെ നടക്കണമെന്ന് എല്ലാം ഭയങ്കര അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഭയങ്കര ക്ലീൻ ആയിരിക്കും. അവളിങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് ഐറ്റംസിൻ്റെ ചെറിയ ചെറിയ ഷോപ്പുകളും. പിന്നെ ഇതങ്ങനെ കോയിൻ ഇട്ടിട്ട് നമ്മൾ പേരൊക്കെ അങ്ങനെ എഴുതണം, അങ്ങനെ ചെറിയ ചെറിയ ഒരു 2 ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഒരു ഭാഗത്ത് കൂടെ കയറി മറ്റേ ഭാഗത്ത് കൂടെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇറങ്ങുമ്പോഴൊരു വ്യൂ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ലിഫ്റ്റിൽ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ എത്താൻ എടുക്കുന്ന ടൈം 1 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഒരു ഭാഗത്തൂടെ കയറിയിട്ട് മറ്റേ ഭാഗത്ത് കൂടെ ഇറങ്ങുകയാണ്. അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ താഴെ എത്തിട്ടോ. താഴെ എത്തുമ്പോൾ തന്നെ ഇങ്ങനൊരു കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടൊരു ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ എത്തി അവിടെ എന്താണെന്ന് വെച്ചാൽ ഇനി ഭാവിയിൽ ദുബായിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ മറ്റു എല്ലാ മേഖലകളിലും എന്താണ് ദുബായിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഫ്യൂച്ചർ അതായത് എന്താണെന്നുള്ളത് അവരൊരു 3Dയിലൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മളത് ഇറങ്ങിയിട്ട് ചിലവരത് വാച്ച് ചെയ്യുന്നുണ്ട്, ചിലവരത് വാച്ച് ചെയ്യാതെ ഇങ്ങനെ പോകണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് കുറച്ച് സമയം ഒന്ന് വാച്ച് ചെയ്തു, എന്നിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് ഒരു രൂപത്തിൽ കാണിക്കുകയാണ് കേട്ടോ. അവർ 3D രൂപത്തിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വഴിയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ തന്നെ ആളുകൾ കുറച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മളെ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റിലെടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ അവർ ഫ്രെയിം ചെയ്ത് ഒരു ഫ്രെയിം രൂപത്തിലും ഒന്നൊരു ബുക്ക് രൂപത്തിലും ആക്കിയിട്ട് ദുബായിൻ്റെ ചട്ട ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു രൂപത്തിലും അവർ ഫ്രെയിം ചെയ്ത് 2 ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഫോട്ടോ ആണ് അവർ നമ്മളെ ഫേസ് നോക്കിയിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ 150 രൂപയാണ് കേട്ടോ ആ ഒരു ഫ്രെയിം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തന്നെ റേറ്റ് ഉണ്ട്. 150 രൂപയാണ് ഒരു ഫ്രെയിമിലാക്കിയിട്ട്. നമുക്ക് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളത് കണ്ട് ഫ്രെയിമൊക്കെ ആക്കി തന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിയ ആ സമയത്ത് കണ്ടപ്പോൾ നല്ല ഭംഗിയായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മളിതാ പുറത്തിറങ്ങിയതിന് ശേഷം ആ പാർക്കിൽ കുറച്ച് ടൈം ഇരുന്നു. അവിടെ ഇരിക്കാൻ ഭയങ്കര തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് പിന്നെ പുറത്തുനിന്നത്തെ വ്യൂ ഗാർഡനൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി. നമ്മൾ കയറുമ്പം കണ്ടതാണല്ലോ, അതൊന്നും കൂടി ഒന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ആ പാർക്കിൽ തന്നെ കുറച്ചും കൂടി ടൈം ഇരുന്നു കേട്ടോ. അവിടുത്തെ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കണോലുണ്ട്, പാർക്കിൽ ഇരിക്കണോലൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവറിൻ്റെ അടുത്തു നിന്നൊക്കെ ഫോട്ടോ കുറേ ആളുകൾ എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, റൂമൊക്കെ പോയി.